തൃശ്ശൂർ അതിഗംഭീരമായിട്ടാണ് ഇത്തവണത്തെ സ്കൂൾ യുവജനോത്സവത്തെ സ്വാഗതം ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു ലക്ഷ്യം ഇതുവരെ നടന്ന കലോത്സവങ്ങളിൽ ഏറ്റവും ഗംഭീരമാകണമെന്ന് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന കലോത്സവങ്ങളുടെ ഒരു മാർഗദർശക ഗൈഡായി ഈ കലോത്സവം മാറണം എന്നുള്ളതാണ്. നാളെ നമ്മളിവിടെ നിൽക്കുന്ന ഈ സെൽഫി പോയിന്റിലെ പതാക മരത്തിൽ കൃത്യം 9 മണിക്ക് വിദ്യാഭ്യാസ മേധാവി പതാക ഉയർത്തുന്നതോടെ 18-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു കലാമാമാങ്കത്തിൻ്റെ ഔപചാരികമായ തുടക്കം കുറിക്കും. ഇവിടെ തന്നെ ഇതിനേറ്റവും മുന്നിൽ 100 കലാകാരന്മാർ പങ്കെടുക്കുന്ന എലഞ്ഞിത്തറ മേളം നടക്കുന്ന അതേ പാണ്ഡിമേളം തന്നെ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും പ്രമാണിമാർ നേരിട്ട് നേതൃത്വം നൽകി അതിഗംഭീരമായിട്ടുള്ള പാണ്ഡിമേളം 1 മണിക്കൂറോളം നടക്കും. കുടമാറ്റം തൃശ്ശൂരിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. കുടമാറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള അനുഭവങ്ങൾ കുട്ടികൾക്ക് കാണാൻ പല നിറങ്ങളിലുള്ള 64 കുടകൾ നാളെ ഇവിടെ കുട്ടികളെ സ്വാഗതം ചെയ്തുകൊണ്ട് മാറ്റുരയ്ക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്തിച്ചേർന്നാൽ ഉദ്ഘാടന പരിപാടി നടക്കുമെന്ന് മാത്രമല്ല 18 ദിവസങ്ങളായി 25 വേദികളിൽ. ഇത്തവണ കലോത്സവത്തിൻ്റെ 2 പ്രത്യേകതകളിൽ ഒന്ന്, കലോത്സവം ഉത്തരവാദിത്ത കലോത്സവമാണ്, റെസ്പോൺസിബിൾ ഫെസ്റ്റിവൽ. കുട്ടികൾക്ക് തന്നെ ഈ കലോത്സവത്തിൻ്റെ ഉത്തരവാദിത്തം. 2, ഇവിടുത്തെ 25 വേദികൾക്കും 25 പൂക്കളുടെ പേരാണ്. സൂര്യകാന്തിയാണിത്. 25 വ്യത്യസ്ത നിറങ്ങളുള്ള, ഭാവങ്ങളുള്ള, ഗന്ധങ്ങളുള്ള പൂക്കൾ ഒരു തോട്ടത്തിൽ എങ്ങനെ വിരിഞ്ഞാലുണ്ടാകും എന്നതുപോലെ മതനിരപേക്ഷ മനസ്സോടെ ജാതി, മത, രാഷ്ട്രീയ, വർണ്ണവർഗ, ലിംഗവ്യത്യാസമില്ലാതെ കൗമാര കലാ മാമാങ്കം ഇവിടെ നടക്കും. തൃശ്ശൂരാകുമ്പോൾ കൗമാര കലാപൂരമായി അത് മാറും. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സംഘാടക സമിതിയുടെ ചെയർമാൻ എന്ന നിലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എത്ര പേർ വന്നാലും തടുക്കില്ല, തടഞ്ഞു നിർത്തില്ല, തടസ്സങ്ങളുണ്ടാകില്ല, ഒന്നിനും ഒരു കുറവുണ്ടാകില്ല. 4 ലക്ഷത്തോളം പേർ എല്ലാ നേരവും ഭക്ഷണം കഴിക്കാൻ ഭക്ഷണ പന്തലൊരുങ്ങി. ആളുകളെ കൊണ്ടുവിടാനുള്ള എല്ലാ വാഹനങ്ങളും റെഡി. താമസിക്കാനുള്ള സ്ഥലങ്ങളിൽ പ്രത്യേക ഉത്തരവാദിത്തം. 1 ലക്ഷം പേർ ഒരു ദിവസം എത്തിച്ചേരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എല്ലാ വിധത്തിലുമായി നാളെ വൈകുന്നേരത്തോടെ ഈ നഗരം പൂർണ്ണമായും വെളിച്ച വിധാനങ്ങളോടെ നിറയും. പിന്നെ 18 വരെ നൈറ്റ് ഷോപ്പിംഗ് ഉണ്ട്, രാത്രി 10 മണി വരെ. ആകർഷകമായ സമ്മാനങ്ങൾ കടകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ കഴിഞ്ഞാൽ പകൽ വ്യത്യാസമില്ലാതെ തൃശ്ശൂർ അതിഗംഭീരമായ ഈ കൗമാര കലാപൂരത്തിലേക്ക് കടക്കും. എല്ലാവർക്കും സ്വാഗതം.